ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക. എങ്ങനെയുണ്ട്? കാണാൻ ഭംഗിയുണ്ടാ? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്ന സലീം വെല്ലുവിളിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം എല്ലാവർക്കും അറിയാലോ. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് കൃഷ്ണന്റെ വിഗ്രഹത്തിൽ കടലാസുമാല അണിയിച്ച് ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച സംഭവം. അങ്ങനെ ഒന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ചെയ്യാൻ പാടില്ല എന്ന സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ, അങ്ങനെ ഒരു നിയമം ഉണ്ടായിരിക്കെ തന്നെ പുള്ളിക്കാരെ അങ്ങനെ ചെയ്തതിൽ ദേവസ്വം ബോർഡ് തന്നെ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മതസ്പർദ്ധ വളർത്താൻ നോക്കിയതിനും കലാപാഹനത്തിനും ഒക്കെയാണ് ഇപ്പൊ നിലവിൽ കേരള ഹൈക്കോടതി ജസ്നക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ഡീറ്റെയിൽഡ് ആയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ കേസൊക്കെ വന്ന സാഹചര്യത്തിൽ ജസ്ന സലീം തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് എന്തായാലും പുള്ളിക്കാരിക്ക് എന്താണ് പറയാനുള്ളത് കേട്ടോക്കാം. എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ വ്യാജ പ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്ക് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. ഓക്കെ, അപ്പൊ തനിക്കെതിരെ എല്ലാവരും വ്യാജ പ്രചരണം നടത്തുകയാണെന്നാണ് ഇവിടെ ജസ്ന താത്ത പറഞ്ഞു പരത്തുന്നത് അല്ലെ? ഓക്കെ, ഈ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയി എന്നും ഇപ്പൊ ജയിലിലാണെന്നും ജയിലിൽ ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയത് കളവാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊട്ടും ശരിയല്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം വരുന്ന സമയത്ത് ആളുകൾ അതിനെ പല രീതിയിലും വളച്ചൊടിച്ചുകൊണ്ടുള്ള തമ്മിൽസും കാര്യങ്ങളും ഉണ്ടാക്കും. അത് വേറെ കാര്യം, അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പക്ഷെ ഇവിടെ കേസ് വന്നു എന്നുള്ളതും ഉടനെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതും സത്യമായിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും ജസ്ന സലീമിനെ നിഷേധിക്കാനാവില്ല. കാരണം ഇതിവിടെ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയാസ് ആണ്. ഏഷ്യാനെറ്റ് ന്യൂസും മീഡിയ വൺ ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇവിടെ മെയിൻ സ്ട്രീം മീഡിയാസിന് ചിലപ്പോൾ തെറ്റ് പറ്റിയേക്കാം അല്ലേ, മുമ്പും ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഈ കേസിലെ FIR അതൊരിക്കലും കളവ് പറയത്തില്ല. നമുക്ക് എന്തായാലും ജസ്ന സലീമിനെതിരെ ദേവസ്വം ബോർഡ് കൊടുത്ത ആ കേസിന്റെ FIR ഒന്ന് വായിച്ചു നോക്കാം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീഡിയോഗ്രാഫി നിരോധിച്ചിട്ടുള്ള ഉത്തരവ് നിലനിൽക്കുക ആയതിന് വിരുദ്ധമായി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട പ്രതി പ്രകോപനം സൃഷ്ടിച്ച് ഹിന്ദു മതവിശ്വാസികൾക്കിടയിൽ കലാപം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയും കരുതലോടും കൂടി 10/3/2025 തീയതിക്കും 19/3/2025 തീയതിക്കും ഈ അടുത്തുള്ള ഏതോ സ്ഥലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിന് KK നടയിലുള്ള ദീപസ്തംഭത്തിന് സമീപത്തുള്ള ഈ ഭണ്ഡാരത്തിന് മുകളിലുള്ള ശ്രീകൃഷ്ണ ലോഹ വിഗ്രഹത്തിൽ വിവിധ നിറത്തിലുള്ള കടലാസ് ഉണ്ടാക്കിയ മാല ചാർത്തി ആയത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ക്ഷേത്ര ആചാര മര്യാദയ്ക്ക് ലംഘനം വരുത്തിയതായ കാര്യം FIR പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത്. കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ FIR ആ FIR പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതെന്തായാലും ജസ്ന സലീമിനെ നിഷേധിക്കാനാവില്ലല്ലോ. അപ്പൊ കാര്യങ്ങൾ വളച്ചൊടുക്കരുത് ജസ്ന താത്ത. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ്. ഓക്കെ, ആരാണ് ഇവിടെ കള്ളം പറഞ്ഞതെന്നും കാര്യങ്ങൾ വളച്ചെടുക്കാൻ നോക്കിയതെന്നും നമുക്ക് നല്ലോണം മനസ്സിലായിക്കുന്നത്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് താത്ത ഈ പണിക്കൊക്കെ നിൽക്കുന്നത്? ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയും ഒതുക്കി തീർക്കാൻ നോക്കാന്നല്ലാതെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ന്യായീകരിച്ച് പ്രകോപനം ഉണ്ടാക്കിയിട്ട് വീണ്ടും മൂക്ക് മേടിച്ച് കൂട്ടണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ബാക്കി പറഞ്ഞാട്ടെ. അപ്പൊ നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പൊ ജസ്ന സലീം എന്നുള്ള ഒരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമ്മൽ ഇതാക്കുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. വർത്താനം കേട്ടാ തോന്നും ഇവിടെ ജസ്ന സലീമിനെ വെച്ച് മാത്രമാണ് എല്ലാവരും കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ജസ്ന സലീം എന്താണ് ചെയ്യണമെന്ന് നോക്കി നിൽക്കാണ്. ഇതൊക്കെ എല്ലാവരും വിട്ട കേസാണ്. ഈ സ്ത്രീ എന്തെങ്കിലും കാണിച്ചോട്ട് നേരിച്ച് എല്ലാവരും മൈൻഡ് ചെയ്യാണ്ട് വിട്ടതാണ്. പക്ഷെ ഇപ്പം വീണ്ടും കേസായി ലൈം ലൈറ്റിൽ വന്നുകൊണ്ട് മാത്രമാണ് ജസ്ന സലീമിന്റെ പേരെടുത്ത് വെച്ച് എല്ലാവരും സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിങ്ങൾ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടിയെന്നുള്ളത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാക്കും. അന്നൊന്നും ആരും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പൊ നിങ്ങളുടെ വിഷയം എടുത്ത് വെച്ച് സംസാരിക്കാനുള്ള കാരണം നിങ്ങൾക്ക് ഇതൊരു കേസ് വന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് കലാകാലം നിങ്ങളുടെ വീട് എടുത്ത് വെച്ച് അരി വാങ്ങാൻ വേണ്ടിയിട്ടല്ല, വെറുതെ അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കി തന്നെ. പിന്നെ എന്തായാലും ജസ്ന താത്ത നിങ്ങൾ കൃഷ്ണന്റെ പേരും പറഞ്ഞ് അരി വാങ്ങുന്ന അത്രതൊന്നും വരില്ലല്ലോ. അതെല്ലാം ബാക്കി പറഞ്ഞോട്ടെ. ഞാൻ ഏതായാലും ജയിലിലൊന്നും പോയിട്ടില്ല, ഞാൻ ഒളിവിലും പോയിട്ടില്ല. ഇന്നലെ തൊട്ടിട്ട് ഞാൻ എന്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ്. അത് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞാനത് വെളിപ്പെടുത്താം. എന്താന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സർപ്രൈസ് ഉണ്ട്. ഓ, എന്താണോ പുതിയ സർപ്രൈസ്? കൃഷ്ണന്റെ പുതിയ ചിത്രത്തിന്റെ വല്ല ലോഞ്ചിങ് ആയിരിക്കും. അതായിരിക്കും സർപ്രൈസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലം നടയിൽ പോകുന്ന പുതിയ വല്ല വീഡിയോ ആയിരിക്കും. എന്തോ എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പം ഞാനൊരു തെറ്റുകാരിയാണ്, ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ്. അപ്പോൾ ഞാൻ
എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അച്ചോടി, അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ തട്ടവും ഇട്ടുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അവരുടെ മതാചാരങ്ങളെ നിങ്ങൾ ഡിസ്റെസ്പെക്ട് ചെയ്യുകയാണ് അതുവഴി ചെയ്യുന്നത്. മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ അതൊരു മതസ്പർദ്ധ വളർത്തലും കൂടിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഹിന്ദുക്കൾക്കെതിരെ മാത്രമല്ല ഇവർ മുസ്ലിങ്ങൾക്കെതിരെയും മതസ്പർദ്ധ വളർത്താൻ നോക്കിയിട്ടുണ്ട്. ഞാനിത് വെറുതെ പറയുന്നല്ലേ കേട്ടോ, ഇതിന് കൃത്യമായി തെളിവ് എടുത്തു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ പുതിയ ഭർത്താവ് മൊത്തം ഒരു Q&A വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവരുടെ വീഡിയോക്ക് താഴെ ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഗുരുവായൂർ അമ്പലം അശുദ്ധിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് ഇവര് മറുപടിയായി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി. മുസ്ലിംസ് ആണ് പറയുന്നത് അശുദ്ധിപ്പെടുത്തിയെന്ന്. ഇവർക്കുണ്ടല്ലോ ഈ ഹിന്ദുമത ആചാരങ്ങളും ഈ ഹിന്ദുക്കളുടെ കാര്യങ്ങളൊക്കെ അറിയാനും പറയാനും ഒക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയായി എൻ്റെ കാര്യം വരുമ്പോൾ. അല്ലാത്തപ്പം അവര് നരകത്തിലെ തീക്കൊള്ളിമാര്. സത്യമായിട്ട് നിങ്ങളൊക്കെ ഒന്ന് നോക്കേണ്ടി സുഹൃത്തുക്കളെ. എൻ്റെ ഏതെങ്കിലും വീഡിയോസിന്റെ താഴെ ഈ മുസ്ലിംസ് കമന്റ് ഇടുന്നത് കണ്ടാൽ ഹിന്ദുമതസ്ഥർ സഹോദരങ്ങളാണ് എന്ന് മാത്രമേ അവർ പറയുള്ളൂ. എന്നാലോ മദ്രസയിൽ സഹിതം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനിവിടെ മതത്തിനെ പറ്റി പറയുകയോ ഇനി അടുത്ത വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറയുകയോ ഒന്നുമല്ല. ഹിന്ദുക്കൾ നരകത്തിലെ തീക്കൊള്ളികളാണെന്ന് വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഇരിക്കുന്നു? അല്ല, ഏത് മദ്രസയിലാണ് ഹിന്ദുക്കൾ മതത്തിലെ തീക്കൊള്ളികളാണെന്ന് പഠിപ്പിക്കുന്നത്? അല്ല, ഒന്ന് പറഞ്ഞു തന്നാട്ടെ. ഞാൻ പഠിച്ച മദ്രസയിൽ എന്നെ പഠിപ്പിച്ചെന്നത് അല്ല, ഏകദൈവമായിട്ടുള്ള അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ ബഹുമാനിക്കുകയും വേണം. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അത് അവരും അള്ളാഹും തമ്മിലായിക്കോളും, നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന്. ഇതാണ് എന്നെ മദ്രസകളിൽ നിന്ന് പഠിപ്പിച്ചത്. അല്ല, ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ല, പലർക്കും അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ ഈ രീതിയിലൊക്കെ പബ്ലിക്കിന് മുന്നിൽ വന്ന് പറയുന്ന സമയത്ത് ഒരു തരത്തിൽ ഇവർ മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, അതെന്തേ മതസ്പർദ്ധ വളർത്തലല്ലേ? എന്തായാലും ഇപ്പൊ ജസ്ന സലീമിന്റെ ഡൗട്ട് മാറി കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്കി പറഞ്ഞാട്ടെ. ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക. ഒരു മതത്തിൽ നിന്നും എന്നൊന്നും പറയണ്ട. ഓൾറെഡി നിങ്ങൾ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു കഴിഞ്ഞു. കാരണം ഇസ്ലാമിന്റെ നിയമപ്രകാരം അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാണെങ്കിൽ അവൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ക്രിസ്ത്യനിൽ വിശ്വസിച്ചു, അതോടെ നിങ്ങൾ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ തന്നെ ഇസ്ലാമിന്റെ പല തിയറീസിനെയും ഖണ്ഡിക്കുന്ന രീതിയിൽ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലിപ്പുകളൊക്കെ എന്റെ അടുത്തുണ്ട്, ഞാനത് എടുത്ത് വെച്ച് ചെയ്യുന്നില്ല. ആവശ്യമെങ്കിൽ പിന്നീട് ഒരിക്കലാകാം. അപ്പൊ നിങ്ങൾ രണ്ട് തോണിലും കാലിടുന്ന പോലെ നിങ്ങൾ ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തിലുള്ള ദൈവത്തെ ബഹുമാനിച്ചതൊന്നും പറഞ്ഞുണ്ടാക്കാൻ നിൽക്കരുത്. നിങ്ങൾ രണ്ട് തോണിയിലും കാലിട്ടുകൊണ്ട് ഒരു മതത്തിലും വിശ്വസിക്കാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും വേണ്ട, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നിങ്ങൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ മതം മാറി എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ അതിന്റെ തമ്മിൽ സൈഡിൽ കൊടുക്കാം. ഇങ്ങനെ മതം മാറി എന്ന് പറഞ്ഞ സ്ത്രീ തന്നെയാണ് പിന്നീട് ഗുരുവായൂർ അമ്പലം നടയിലേക്ക് തൊട്ടമിട്ടുകൊണ്ട് പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഇവർ ചെയ്ത ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ എടുത്ത് കാണിക്കാൻ പറ്റും. ഇവര് വല്ലാണ്ട് ഓവർ ആവാണെങ്കിൽ ആവശ്യമെങ്കിൽ അതൊക്കെ എടുത്ത് ഞാൻ പുറത്തിടും. അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. അതിനുള്ള കാര്യങ്ങൾ ഇവരെന്നെ ഇവരെ യൂട്യൂബ് ചാനൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ബാക്കി പറഞ്ഞാട്ടെ. അപ്പോൾ എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എവിടെയും മതസ്പർദ്ധ ഉണ്ടാക്കാനും പോയിട്ടില്ല. എല്ലാ മതത്തെയും ഒരുപോലെ ബഹുമാനിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. അച്ചോടാ, ബഹുമാനിക്കുന്ന ഒരാള്. നിങ്ങൾ എന്താണ് കാണിച്ചെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും മനസ്സിലായിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കിയിട്ടേ ഇല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിക്കണം. പിന്നെ മതങ്ങളെ നിങ്ങൾ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം അത് നിങ്ങൾക്ക് പറയാൻ പോലുള്ള അവകാശമില്ല. നിങ്ങൾ എക്സാക്ട്ലി ഇവിടെ മതങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ആരെ കൊന്നിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ഒന്ന് പറയുമോ? ഞാൻ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരും കൊന്നിട്ട് മോഷ്ടിച്ചിട്ടൊന്നുമില്ല. ആകെ നിങ്ങൾ ചെയ്ത ദ്രോഹം എന്ന് പറയുന്നത് മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളെ കൊല്ലോ മോഷ്ടിക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് ഒരാൾക്കോ അതല്ലെങ്കിൽ ഒരു കുടുംബത്തിനോണ് നഷ്ടമായിട്ട് വരുന്നത്. പക്ഷെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അതൊരു വിഭാഗത്തെയാണ് ബാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ കൊല്ലുന്നതിനേക്കാളും മോഷ്ടിക്കുന്നതിനേക്കാളും വലിയ തെറ്റാണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ നോക്കുക എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തെറ്റ് മനസ്സിലായല്ലോ. എന്നാ ബാക്കി പറഞ്ഞാട്ടെ. അപ്പോൾ ഈ കൊലപാതകികളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ മാന്യന്മാരായിട്ട് ജീവിക്കുന്നത്. ഞാൻ ആരെയും കൊല്ലാനൊന്നും പോയിട്ടില്ലല്ലോ, ഞാൻ ആരെയും പിടിച്ചു പറിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കാണുന്ന തെറ്റെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് തന്നെ ആയാലും ഞാൻ ഒളിവിലും പോയിട്ടില്ല, ഞാൻ ജയിലിലും ആയിട്ടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, നല്ലോണം ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് താത്ത, പക്ഷെ തീരെ ഏസുന്നില്ല. എനിക്ക് പറയാനുള്ളത് കേസായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് അറച്ച് നടപ്പിലാക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനിയും ഇവരുടെ നകളിപ്പും ഷോഫും നമ്മൾ കാണേണ്ടി വരും. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം.